മുദതി കൊണ്ടാടുവേനോ അനവരത മദൗരവിഘ്നേശ ദേവാ ജഗദീശ. കാസർഗോഡ് കുമ്പള സീമയിലെ അതിമനോഹരവും സ്വച്ഛവും സമൃദ്ധി വിളയാടുന്നതുമായ ഭൂപ്രകൃതിയ അനുഗ്രഹീതമായ സ്ഥലത്താണ് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അനിർവചനീയമായ ഭക്തി പ്രദാനം ചെയ്യുന്ന മധൂർ ശ്രീ ക്ഷേത്രം നൂറ്റാണ്ടുകളായ അസംഖ്യം ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് ഫലമരുളുന്ന ദൈവിക കൃപയുടെ ഉറവിടമായി നിലകൊള്ളുന്നു. യക്ഷഗാനം പോലുള്ള സാംസ്കാരിക പ്രകടനങ്ങളോ മറ്റു ദൈനംദിന പ്രവർത്തനങ്ങളോ മംഗളകാര്യങ്ങളോ ആകട്ടെ ശ്രീ സിദ്ധിവിനായകന്റെ അനുഗ്രഹം തേടിയതിനു ശേഷം ആരംഭിക്കുക എന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾക്കിടയിലുള്ള ഒരു സമ്പ്രദായമാണ്. അതിപുരാതനമായ ശ്രീ മധുർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പ സേവയും 2025 മാർച്ച് 27 മുതൽ ഏപ്രിൽ 7 വരെ വിവിധ വൈദിക ധാർമ്മിക കലാപരിപാടികളോടുകൂടി വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ആരാധിക്കപ്പെടുന്ന ശ്രീ സിദ്ധിവിനായകന്റെ മൂർത്തി സ്വയംഭൂ വിഗ്രഹമാണ്. പ്രദേശവാസിയായ ഒരു കൊച്ചുകുട്ടി ക്ഷേത്ര ചുമരിൽ ഗണപതിയുടെ ചിത്രം വരച്ച് പൂജിക്കാൻ തുടങ്ങുകയും ആ സങ്കല്പ വിഗ്രഹത്തിന് അരിപ്പൊടിയിലുണ്ടാക്കിയ പച്ചപ്പം പ്രധാന നിവേദ്യമായി സമർപ്പിക്കുകയും ചെയ്തു. കാലക്രമേണ ഈ ഗണപതി ചിത്രം വിഗ്രഹത്തിന്റെ രൂപത്തിലായി എന്നാണ് ഐതിഹ്യം. ഈ പച്ചപ്പമാണ് മധൂർ അപ്പമായി പ്രസിദ്ധി നേടിയത്. മധൂർ അപ്പത്തിന്റെ സ്വാദറിഞ്ഞവർ അതൊരിക്കലും മറക്കില്ല. ആഡംബര പൂജകളോ അലങ്കാരങ്ങളോ ആവശ്യമില്ലാത്ത സിദ്ധിവിനായകന് അർപ്പണബോധത്തോടെ ഭക്തർ എന്ത് സമർപ്പിച്ചാലും അതെല്ലാം ശ്രീദേവന്റെ കൃപാകടാക്ഷം നേടാൻ പര്യാപ്തമാണ്. നാടോടി കഥകളനുസരിച്ച് മധൂരിലെ ശിവലിംഗം കണ്ടെത്തിയത് മദറു എന്ന സ്ത്രീയാണ്. മധൂരിന്റെ സമീപ പ്രദേശമായ ഉളിയത്തടുക്കയിൽ പുല്ലരിയുന്ന സമയത്ത് അവരുടെ കത്തി ഒരു കല്ലിൽ തട്ടുകയും ആ കല്ലിൽ നിന്ന് രക്തം പ്രവഹിക്കുകയും ചെയ്തു. ഇത് കണ്ട് ഭയചകിതയായ മദറു നാടുവാഴികളെ വിവരമറിയിച്ചു. അന്നത്തെ രാജാവായിരുന്ന ജയസിംഹ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രശ്നചിന്ത നടത്തി പരിഹാരമെന്നോണം ഒരു ക്ഷേത്രം പണിയുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ശ്രീ മദനന്തേശ്വരനും ശ്രീ സിദ്ധിവിനായകനും കുടികൊള്ളുന്ന പ്രധാന ഗർഭഗൃഹം വിശിഷ്ടമായ ഗജപൃഷ്ഠാകാരത്തിലാണുള്ളത്. ഈ ക്ഷേത്രത്തിൽ അപൂർവമായ കലാരൂപങ്ങളും കമനീയമായ ദാരുശില്പ കൊത്തുപണികളും കാണാം. ഹിന്ദു, ബൗദ്ധ, നേപ്പാൾ വാസ്തുവിദ്യാ ശൈലികളുടെ സ്വാധീനത്തിൽ നിർമ്മിച്ച ദക്ഷിണേന്ത്യയിലെ അതിവിശിഷ്ടമായ ഒരു ഹൈന്ദവ ദേവാലയമാണിത്. ഏറെ വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിൽ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന് അഴകും ആകർഷകത്വവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ഘടനയെ സംരക്ഷിച്ചുകൊണ്ട് അടിസ്ഥാനപരമായ യാതൊരുവിധ മാറ്റങ്ങളും വരുത്താതെ 25 കോടിയോളം രൂപ ചെലവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 12 കോടി രൂപയോളം വിലമതിക്കുന്ന മരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. സംപൂജ്യരായ എടനീർ സ്വാമിജി, ഒടിയൂർ സ്വാമിജി, മാണില സ്വാമിജി, കൊണ്ടേവൂർ സ്വാമിജി, ക്ഷേത്രതന്ത്രികളായ ഡോക്ടർ ശിവപ്രസാദ് തന്ത്രി ദേരേ ബൈലു എന്നിവരുടെ കാർമ്മികത്വത്തിലുള്ള അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവത്തോടൊപ്പം 32 വർഷത്തിനു ശേഷം ശ്രീ സിദ്ധിവിനായകന് ഏറ്റവും പ്രിയപ്പെട്ട മൂടപ്പ സേവയും നടക്കുന്നുണ്ട്. ദിവസേന കിൻഡൽ കണക്കിന് പച്ചപ്പ് നിവേദ്യം ശ്രീദേവന് സമർപ്പിക്കുന്നുണ്ടെങ്കിലും നീണ്ട കാലയളവിന് ശേഷം നടക്കുന്ന മൂടപ്പ സേവയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഭക്തജനങ്ങൾ കാത്തിരിക്കുകയാണ്.
ശ്രീദേവന്റെ അനുഗ്രഹവും രാജ്യമെമ്പാടുമുള്ള അഭ്യുദയാകാംക്ഷികളുടെയും സഹായ മനസ്കരായ ഭക്തരുടെ കഠിനാധ്വാനത്തിൻ്റെയും ഫലമായി ക്ഷേത്രമിന്ന് പ്രതാപത്തോടെ തലയുയർത്തി നിൽക്കുകയാണ്. ശ്രീ കെ സദാശിവ ഷെട്ടി കുളിരു കന്യാനെയാണ് ക്ഷേത്രത്തിൻ്റെ മഹാദ്വാരവും രാജാങ്കണവും സ്പോൺസർ ചെയ്തത്. മറ്റൊരു മഹാദാനിയായ ശ്രീ മഹാബലേശ്വർ ഭട്ട് എടക്കാനെയാണ് ശ്രീ സിദ്ധിവിനായക പ്രതിഷ്ഠയുടെ പൂമുഖം സ്പോൺസർ ചെയ്തത്. പ്രമുഖ വ്യവസായികളായ ശ്രീ കെ കെ ഷെട്ടി, ശ്രീ ബി കെ മധൂർ, ശ്രീ ശശികിരൺ ഷെട്ടി, ശ്രീ രവീന്ദ്ര ആൾബ, ശ്രീ ഈശ്വരഭട്ട് വിട്ല തുടങ്ങിയവർ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൽ പ്രധാന പങ്കുവച്ചു. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും സംഭാവനകൾ ഒഴുകിയെത്തി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കവേ ശ്രീക്ഷേത്ര പുനരുദ്ധാരണ ബ്രഹ്മ കലശോത്സവ സമിതി കൂടുതൽ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിനുള്ള നാളുകൾ സമാഗതമായിക്കൊണ്ടിരിക്കെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ലക്ഷക്കണക്കിന് ഭക്തരാണ് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമായി മധൂരിലേക്ക് ഒഴുകിയെത്തുക. തെന്നിന്ത്യൻ താരങ്ങളും പ്രമുഖ വ്യക്തികളും അവരുടെ സാന്നിധ്യവും പങ്കാളിത്തവും കൊണ്ട് ഉത്സവത്തിന് തിളക്കം കൂട്ടും. വരൂ, എല്ലാവരും ഈ അതിമഹത്തായ ദൈവീക ആഘോഷത്തിൻ്റെ ഭാഗമാകൂ.